ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയ സ്ലീവ മൂശക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാൻ വേണ്ടി സഹായിക്കുന്ന വായനകളാണ് ഈ കാലത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ വായനയിലൂടെ യേശു തന്നെയാണ് യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തുവെന്നും ദൈവമെന്നും നമ്മളെ പഠിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. രൂപാന്തരീകരണ തിരുനാളിൽ ഇതേ വായന നമ്മൾ വായിച്ച് ധ്യാനിച്ചതാണ്. എങ്കിലും ഇന്ന് ഇതിനെപ്പറ്റി ധ്യാനിച്ച് ദൈവപുത്രനായ യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി അടിയുറപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. രൂപാന്തരീകരണം താബോർ മലയിലാണ് സംഭവിച്ചതെങ്കിലും ആദ്യത്തെ രൂപാന്തരീകരണം ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് സംഭവിച്ചത്. കാരണം ദൈവം മനുഷ്യനായി രൂപാന്തരപ്പെട്ടതാണല്ലോ കാലിത്തൊഴുത്ത്. ഇപ്പോൾ താബോർ മലയിൽ അതേ ദൈവത്വം തൻ്റെ ശിഷ്യർക്ക് വെളിപ്പെടുത്തുകയാണ് ഈശോ. കേവലം യേശുവിൻ്റെ വസ്ത്രത്തിലുണ്ടായ ഒരു മാറ്റത്തിലൂടെയല്ല അവിടുത്തെ ദൈവത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിച്ച് മറ്റനേകം അടയാളങ്ങൾ ആ താബോർ മലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് മലമുകൾ. എന്തുകൊണ്ടാണ് തൻ്റെ രൂപാന്തരീകരണത്തിനായിട്ട് ഈശോ ഈ മലമുകൾ തിരഞ്ഞെടുത്തത്? അതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ബൈബിളിലൂടെ ഉടനീളം ഒത്തിരിയേറെ മലകളെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അബ്രാഹാം ബലിയർപ്പിച്ച മോറിയ മല, മോശയെ ദൈവം വിളിച്ച ഹോറേബ് മല, ഇസ്രായേൽ ജനത്തിന് മോശ വഴി ദൈവം നിയമങ്ങൾ നൽകിയ സീനായ് മല, ശക്തനായ പ്രവാചകനായ ഏലിയ ബലിയർപ്പിച്ച കാർമൽ മല. ഇങ്ങനെ ഒത്തിരിയേറെ മലകൾ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ താബോർ മലയും ഒലിവ് മലയും കാൽവരി മലയും യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന ഇടങ്ങളായിരുന്നു. മാത്രമല്ല, യേശു പ്രാർത്ഥിക്കാനായിട്ട് തനിയെ കയറിപ്പോയത് മലമുകളിലേക്കായിരുന്നു എന്ന് 4 സുവിശേഷകന്മാരും വിവരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരിടമായിട്ടാണ് ഈശോ ഈ മലമുകളിനെ കണ്ടത്. രണ്ടാമതായിട്ട് ഈശോയുടെ അടുത്ത് മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. എന്താണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രസക്തി? അതിന് പഴയ നിയമത്തിൽ ഇവർ രണ്ടുപേരും ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മോശയെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായി തിരഞ്ഞെടുത്ത വ്യക്തി. ഇതേ മോശയിലൂടെ തന്നെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് എല്ലാ നിയമങ്ങളും നൽകിയത്. മാത്രമല്ല, യഹൂദരുടെ തോറ നിയമങ്ങളെല്ലാം എഴുതിയതും മോശ തന്നെയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, എല്ലാ നിയമങ്ങളും മോശയിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഏലിയ. യഹൂദർ വിശ്വസിച്ചിരുന്നു ഏലിയ ശക്തനായ ഒരു പ്രവാചകനാണെന്ന്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് ഈ ഏലിയ വീണ്ടും വരുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. അത് അവസാന പ്രവാചകനായ മലാക്കി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവിന്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഏലിയായും മോശയും യേശുവിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിയമങ്ങളും പ്രവചനങ്ങളും ഈശോയിൽ പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ്. ഈശോ തന്നെ അത് പറയുന്നുണ്ട്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അസാധുവാക്കുവാനല്ല, പൂർത്തീകരിക്കാനാണെന്ന്. മൂന്നാമതായി, ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഈ മേഘവും ദൈവത്തിന്റെ നിറസാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു അടയാളമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ 40 വർഷം യാത്ര ചെയ്തപ്പോൾ പകൽ അവർക്ക് ഒരു മേഘസ്തംഭമായിട്ട് ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സീനായ് മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് മോശ കയറിപ്പോയപ്പോൾ ഈ ഒരു മേഘം വന്ന് ആ മലയെ ആവരണം ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതേ മേഘം തന്നെ ദൈവത്തിന്റെ സമാഗമ കൂടാരത്തിന് മുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതേ മേഘം തന്നെയാണ് താബോർ മലയിൽ അവരെയും ആവരണം ചെയ്തത്. ഈ മേഘത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ് ഈശോയാണ് യഥാർത്ഥ ദൈവമെന്നും ഇനി നമ്മൾ ശ്രവിക്കേണ്ടത് അവന്റെ വചനത്തെയാണ്. കാരണം എല്ലാ നിയമങ്ങളും എല്ലാ പ്രവചനങ്ങളും ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, യേശു തന്നെയാണ് യഥാർത്ഥ ദൈവമെന്ന്. ഇനി ഈ വചന സന്ദേശം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, നന്നായി പ്രാർത്ഥിക്കാനാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. കാരണം ഈശോ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വസ്ത്രം വെളുത്തു,
അവൻ്റെ മുഖം തേജോമയമായി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥമായ പ്രാർത്ഥന ആവശ്യങ്ങൾ ചോദിക്കുന്നതല്ല, ആവശ്യങ്ങൾ നടത്തി തരുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കലാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം നമ്മുടെ ഉള്ളിലുണ്ടോ, നമ്മുടെ രൂപത്തിൽ വരുന്നുണ്ടോ? ഈ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടേണ്ടത്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, മോശ പ്രാർത്ഥിക്കുവാനായി സീനായി മലയിൽ കയറി 40 ദിനരാത്രങ്ങൾ ദൈവത്തോടൊത്ത് പ്രാർത്ഥിച്ചു എന്നാണ്. മോശ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവം നൽകിയ കൽപ്പനകളുമായിട്ട് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനങ്ങളൊക്കെ മോശയുടെ മുഖം നോക്കാനായിട്ട് മടിച്ചു. കാരണം അവന്റെ മുഖം അത്രമാത്രം തേജോന്മയമായിരുന്നുവെന്ന്. വീണ്ടും വിശുദ്ധരുടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയം നമ്മൾ കാണുന്നുണ്ട്. അത് വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ഒരു വിശുദ്ധ കവചമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളും അനുഭവിച്ചിട്ടില്ല എന്തോ ഒരു പ്രത്യേക തേജസ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കേണ്ടതാണ്. മദർ തെരേസ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ആനന്ദം നമ്മൾ സ്വീകരിച്ച് യേശുവിനോട് കൂടെ നമ്മൾ ഒന്നായിത്തീരുന്നുവെന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി അൽവെരണ മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അവന് ലഭിച്ചത് പഞ്ചക്ഷതങ്ങളാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈശോയോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ ആ ദൈവികത ഉൾക്കൊള്ളുകയാണ്. പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ളത്തിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. ആ ഉള്ളത്തിന്റെ രൂപാന്തരീകരണത്തിന്റെ ഫലമായി പുറത്തും അതിൻ്റെ ഒരു മാറ്റം മറ്റുള്ളവർ കാണും. നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ സമാധാനവും ആനന്ദവും അവിടുത്തെ തേജസ്സും നമ്മിലും സ്വീകരിക്കാനായിട്ട്. അങ്ങനെ യഥാർത്ഥ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവനായി നമുക്കൊരുങ്ങാം. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.